ജൈവകോടി പരമ്പരത്തുമ്പിലെ നാമമിന്നം മിടിപ്പാണു നമ്മൾ. ജൈവകോടി പരമ്പരത്തുമ്പിലെ നാമമിന്നം മിടിപ്പാണു നമ്മൾ. ഒരു രേണുവിൽ കൈവിരൽ കനിവിലൂടെ പിച്ച വെച്ചെത്തിയോരാണു നമ്മൾ. വരൂ നീ വരൂ. അതിജീവന പോരാട്ടം. കേരളയിൽ പദ്ധതി വേണ്ട വേണ്ട. വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. കേരളയിൽ പദ്ധതി വേണ്ടേ വേണ്ട. വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. കേരളയിൽ പദ്ധതി വേണ്ടേ വേണ്ട. കേരളത്തിനെ ദോഷമായി വരുന്ന ചിന്ന ഭിന്ന ബാക്കി അത്രയും ദോഷമായി വരുന്ന കേരയിൽ പദ്ധതി ഒരുപാട് കുടുംബങ്ങളെ പടിയിറക്കിക്കൊണ്ട് കേരളത്തെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പദ്ധതിയുമായി കേരള സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ പദ്ധതിക്കെതിരായിട്ടാണ് കേരളത്തിലെ ജനത രാപ്പകലില്ലാതെ ഉറക്കം വിളിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് സർക്കാരിന് ഒരടി മുന്നോട്ട് വയ്ക്കാൻ സമ്മതിക്കാതെ കേരള ജനത മുഴുവൻ ഒന്നടക്കം എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. കേരളത്തിലെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവശേഷിക്കുന്ന ഈ കേരളമെന്ന ഈ കൊച്ചു പ്രദേശത്തിന്റെ കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഒരിക്കൽ കൂടി അധികാരം കിട്ടുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, കേരളം നടപ്പിലാക്കാൻ തുനിഞ്ഞാൽ കേരളത്തിൽ അവശേഷിച്ചിട്ടുള്ള ഈ ഒരു ചെറിയ തുരുത്തം കൂടി കേരള ജനത അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളെ എങ്ങനെയാണ് സ്ഫുടം ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ജനകീയ സമരം എന്നാൽ അതിന്റെ ഉദാത്ത മാതൃക ഇതാണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു കഴിഞ്ഞതാണ്. ശത്രുക്കളെയും മിത്രങ്ങളെയും നമുക്ക് തുറന്ന് കാണിക്കാൻ അറിയാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണിത്. നമ്മളെ കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. എന്ന് മാത്രവുമല്ല, സമരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം സമരം ഉയർത്തുന്ന മുദ്രാവാക്യമാണ് നമ്മൾ നന്നേ ചൂണ്ടിക്കാണിച്ചു. പദ്ധതി വേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ അലൈൻമെന്റുമാക്കി അങ്ങോട്ട് ഇട്ടേക്കാനല്ല നമ്മൾ പറഞ്ഞത്. എവിടെയായാലും കേരളത്തെ പ്രതികൂലമായിട്ട് അത് ബാധിക്കും. ഡിമാൻഡ് വളരെ പ്രധാനമാണ്. ഡിമാൻഡ് പോലെ തന്നെ പ്രധാനമാണ് സമരത്തിന്റെ നേതൃത്വം. ഒരു പ്രലോഭനങ്ങൾക്കും ഒരു ഭീഷണിക്കും ഒരു പ്രകോപനങ്ങൾക്കും വഴങ്ങാത്ത നേതൃത്വം, ഡിമാൻഡിനോടൊപ്പം നിൽക്കുന്ന നേതൃത്വം. പ്രിയമുള്ളവരെ, അതുപോലെ പ്രധാനമാണ് സമരശക്തി. കക്ഷി രാഷ്ട്രീയമില്ല, ജാതി മത വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളില്ല, സ്ത്രീ പുരുഷ ഭേദമില്ല. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ. പക്ഷെ ഈ ഒരൊറ്റ വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. ആ ഐക്യത്തെ, ഒരുമയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന സമരശക്തി സമരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അതാണ്. അതിനേക്കാൾ പ്രധാനമാണ് സമരം അവലംബിക്കുന്ന മാർഗം, ഏറ്റവും ജനാധിപത്യപരമായ മാർഗം. നമ്മൾ കഴിഞ്ഞ 5 വർഷമായി സദാ സമരത്തിലാണ്. 1065 ദിവസമായി ഞങ്ങൾ സമര പന്തലിലും സമരത്തിലാണ്. ഇതുവരെ സംസ്ഥാനത്ത് എവിടെയെങ്കിലും നമ്മളുടെ സമരപ്രവർത്തകർ ഒരു കൂഴി പോലും ആരുടെ മേലും നുള്ളിയിട്ടിട്ടില്ല. ഏറ്റവും ജനാധിപത്യപരമായ സമരമാർഗം. പിന്നെ നമ്മൾ ചെയ്തത് കേരളത്തിന്റെ കുത്തി വിഴുത് കളഞ്ഞു. കേരളത്തിന്റെ കുത്തി എന്ന് പറയുന്നത് സർക്കാരിന്റെ എന്താണ് ഇതല്ലാന്നുള്ള നമ്മുടെ ഏറ്റുമാനൂർ കോടതി സ്ഥാപിക്കുകയും ചെയ്തു. കേരള ഒരു സ്വകാര്യ കമ്പനി. നമ്മൾ ഏറ്റവും സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത്. ആ സമരത്തിന്റെ ജനാധിപത്യ മാർഗം എന്ന് പറയുന്നത് സമരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. ഇങ്ങനെ ഒരു സമരത്തിന് പരാജയപ്പെടാൻ പറ്റില്ല. അത് നമ്മൾ കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോ അടിയും മുന്നോട്ട് എന്ന് തിരുവനന്തപുരത്ത് അവർ വിളിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ വന്നത്. ഇല്ല, നമ്മൾ പിന്നോട്ടില്ല. ഓരോ അടിയും മുന്നോട്ട്,
പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുന്നത് വരെ മുന്നോട്ട്. അതാണ് നമ്മുടെ പ്രഖ്യാപനം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. ഈ സകലമാന വികസന കാര്യങ്ങൾ പോകുന്നത് അവിടെ ആ കൂലി കൊടുക്കാനില്ലാത്തവർ എത്രയാണ്? 2 ലക്ഷം കോടി രൂപ. അത് പറഞ്ഞാൽ കിട്ടുമോ, എണ്ണാൻ കിട്ടുമോ, എഴുതാൻ കിട്ടുമോ? ഈ 2 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ പോകുന്നതാണ്. നമുക്കറിയാം കേരളം ഒരു പാവയ്ക്ക ഇങ്ങനെ എടുത്തു വെച്ച പോലെ ഇരിക്കുകയാണ്. ചെറുതാണ് പാവം. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് മുതലേ കൊച്ചു കേരളം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും തന്നെ ഇതിനേക്കാൾ വലുതാണ്. നമുക്ക് ആകെയുള്ള ഒരു സൗഭാഗ്യം, നമുക്ക് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിൽ കടലുണ്ട്. നമുക്ക് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിൽ പശ്ചിമഘട്ടമുണ്ട്, സഖ്യപർവ്വതമുണ്ട്. അത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ഈ പശ്ചിമഘട്ടം കേരളം ഇങ്ങനെ പാവയ്ക്ക പോലെ ഇരിക്കുകയാണെങ്കിലും ഇങ്ങനെ തൂങ്ങിയല്ല കിടക്കുന്നത്, ഇങ്ങനെ ചെരിഞ്ഞാണ് കിടക്കുന്നത്. അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മനോഹരമായി ചെരിഞ്ഞ് കിടക്കുകയാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കിഴക്ക് എന്ന് പറയുന്നത് പശ്ചിമഘട്ടമായിരിക്കെ, സഖ്യപർവ്വതമായിരിക്കെ അവിടെ പെയ്യുന്ന മഴകൾക്ക് അവിടെ നിന്നൊലിച്ച് ഈ ഇടനാട്ടിലൂടെ അറബിക്കടലിലേക്ക് പോയേ മതിയാവും. ആ പോകാനുള്ള വഴികളാണ് കേരളത്തിലെ 44 നദികളും ചെറിയ 100 കുഞ്ഞ് തോടുകളും പുഴകളുമെല്ലാം. ഇതെല്ലാം മുറിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഈ കേരയിൽ എന്ന സംഗതി. നമുക്കിപ്പം തന്നെ അറിയാം. നിങ്ങൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടൊന്ന് സഞ്ചരിച്ച് നോക്കും, തൃശ്ശൂർ വരെ. എന്ത് ഹൃദയഭേദകമായ വികസനമാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് കണ്ടാൽ ആ പണി നടക്കുന്ന സമയത്ത്, ഇപ്പൊ പണി തീർന്നപ്പോൾ കുറച്ചൊരു സമാധാനമുണ്ട്. ആ പണി നടക്കുന്ന സമയത്ത് കണ്ടാൽ ഇതെന്താണ് ഇവിടെ പാകിസ്ഥാൻ ബോംബിടുകയോ ചെയ്തോ എന്ന് തോന്നിപ്പോകും. അത്ര ഭീകരമായി ആട്ടിച്ച് പൊളിച്ച് ചിലത്ത് താഴ്ത്തി. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. ഞാൻ എൻ്റെ MA-യും PhD ഒക്കെ അവിടെ ചെയ്ത ആളാണ്. ആ സ്ഥലം കാണുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ക്യാമ്പസിന് എന്ത് പറ്റിപ്പോയി എന്ന് ഓരോ തവണ ഈ കരച്ചിൽ വരും. അത്ര അഗാധമായ കുഴിയിലേക്ക് നമ്മൾ അപ്പുറത്ത് നിന്ന് ഓടി ഇപ്പുറത്തേക്ക് കടന്നിരുന്ന പ്രദേശത്തേക്ക് ഇനി ഒന്നും നടക്കില്ല. വലിയ ഒരു പനാമ കനാൽ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയാണോ റോഡ് പണിയേണ്ടത്? ഇങ്ങനെയാണോ നാഷണൽ ഹൈവേ പണിയേണ്ടത് എന്ന് ചോദിക്കാൻ ഈ പ്രബുദ്ധ കേരളത്തിൽ ആളുകൾ ഉണ്ടായില്ല, പ്രതിഷേധിക്കാൻ ആളുകൾ ഉണ്ടായില്ല. നാഷണൽ ഹൈവേ സമരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നത് അത് 30 മീറ്ററിൽ ചെയ്യാവുന്നതാണ് എന്ന് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് ദീർഘനാൾ സമരം ചെയ്തിരുന്നു. മലയാളിയുടെ ഒരു ഈ വികസന ഭ്രാന്തുണ്ടല്ലോ, അത് എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളതാണ്. വന്നു കഴിയുമ്പോൾ വലിയ രസമായി എന്ന് തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കോഴിക്കോട് ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ആളുകൾ അവനവന്റെ സ്വന്തം കാറിലൊക്കെ വരുന്നവർക്ക് തോന്നുമോ എന്ത് ഗംഭീരമായി, എത്ര വേഗത്തിൽ പോരാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൽ മനുഷ്യത്വം അറ്റുപോകുമ്പോൾ തോന്നുന്നതാണ്. ആ വികസനം വരണം. എങ്ങനെ? അതിൻ്റെ അപ്പുറവും ഇപ്പുറവും താമസിച്ച ആളുകളെ ദ്രോഹിക്കാതെ പറയാൻ പറ്റും. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന് പറയാൻ പറ്റും. നമ്മൾ ആ ഉത്തരവ് ഇറങ്ങുന്നത് വരെ. ഏത് ഉത്തരവ്? സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കുന്നത് വരെ സമരത്തിലായിരിക്കും, ഒന്നിച്ചായിരിക്കും, ഒറ്റക്കെട്ടായിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കും. അത്തരം ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നമുക്ക് ഓരോ ദിവസവും ഉണരുകയും ഉറങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. കേരയിൽ പദ്ധതി വേണ്ടേ വേണ്ട. കേരയിൽ പദ്ധതി വേണ്ടേ വേണ്ട. സിൽവർ ലൈൻ പദ്ധതി വേണ്ടേ വേണ്ട. സിൽവർ ലൈൻ പദ്ധതി പിൻവലിക്കുക, ഉത്തരവിറക്കുക. സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുക. സർക്കാർ നീതി പാലിക്കുക, ഭരണകൂടം നീതി പാലിക്കുക. താങ്ക് യു. ചെറിയ അക്രമ സംഭവം പോലും ഇല്ലാതെ അക്രമാസക്തമായ ഒരു സർക്കാരിനെ നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. മാതൃകാപരമായ ഒരു സമരമാണ്. മിനിക്ക ഫിലിപ്പ് സംസാരിച്ച് പറഞ്ഞു, നയങ്ങൾ രൂപീകരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. പദ്ധതി പുറത്തു വരുന്നതിന് മുമ്പ് ഭൂമി ഏറ്റെടുത്ത് പണിയും കഴിഞ്ഞു അനുബന്ധ സൗകര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേറ്റിന് വേണ്ടി പദ്ധതികൾ രൂപപ്പെടുമ്പോൾ അങ്ങനെ രൂപപ്പെടുത്തുന്ന സർക്കാർ ജനങ്ങളെ ആക്രമിച്ചേ പറ്റൂ. മാനമര്യാദയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിച്ച അവനവൻ്റെ കിടപ്പാടം സമാധാനമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കിടപ്പാടത്തിൽ
റവന്യൂ അധികാരികൾ വന്ന് മഞ്ഞക്കുറ്റി ഇട്ടിട്ട് അത് ഏറ്റെടുക്കാനുള്ള പുറപ്പാടുമായി സർക്കാർ നമ്മളെ ആക്രമിക്കാനാണ് വന്നത്. എന്നിട്ട് ചോദിച്ചപ്പോൾ അത് ആഘാത പഠനത്തിന് വേണ്ടി അതിന് തിരിക്കാൻ വന്നാണ് നുണ പറഞ്ഞ് നുണകളുടെ പെരുങ്കോട്ട കെട്ടി ഈ ജനവിരുദ്ധ പദ്ധതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചൊരു സർക്കാരിനെ നമ്മൾ കണ്ടു. ഇങ്ങോട്ട് ആക്രമിച്ചവരെ നമ്മൾ പ്രതിരോധിച്ചു. അങ്ങോട്ട് ഒരാക്രമണവും ചെയ്യാതെ ആ പദ്ധതിയെ നമ്മൾ വരച്ച വരയിൽ നിർത്തിയ സമരമാണ്. കേരളത്തിന്റെ ചരിത്രം സൃഷ്ടിച്ച മാതൃകാപരമായ സമരമാണ്. ആ ഐക്യവും കെട്ടുറപ്പും നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന് ഒന്നുകൂടി പ്രതിജ്ഞ എടുക്കാം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വിശദമായുള്ള കാര്യങ്ങൾ പറഞ്ഞു. DPR റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. നമുക്കറിയാം, എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കുട്ടികൾ മുതൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്തരത്തിലുള്ളൊരു DPR ഇല്ലെങ്കിൽ പോലും ഈ പദ്ധതി വന്നാലുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഈ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കും അറിയാം, ഭരണാധികാരികൾക്കും അറിയാവുന്നതാണ്. ഈ പദ്ധതി പിൻവലിച്ചാൽ മാത്രമേ തന്നെയാണ് നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ഇത്തരത്തിലുള്ള സമര പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തായംകുളങ്ങര ജംഗ്ഷനിൽ ഇത്തരത്തിലുള്ള സമരപരിപാടി നമുക്കറിയാം, വർഷങ്ങളോളമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ആത്മവീര്യം ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ സമരത്തിന് കൂടി സാധിക്കട്ടെ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോകുവാനായിട്ടും ഈ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് നമ്മൾ പിന്മാറുകയുള്ളൂ എന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അവളിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശിവദാസേട്ടൻ, അതുപോലെ തന്നെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി കേരള സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കാട്ടിലപീടിക യൂണിറ്റിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഏതാണ്ട് 5 വർഷത്തോളമായി നിരന്തരമായി സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിലപീടികത്തിന് നിരന്തരമായ സമരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പദ്ധതി പിൻവലിക്കുന്നതുവരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് നമ്മുടെ സമരസമിതി ഇവിടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന മിനി ഫിലിപ്പും അതുപോലെ തന്നെ കുസുമൻ ടീച്ചറും എല്ലാവരും തന്നെ നമ്മളോട് വളരെ കൃത്യമായി പറഞ്ഞു. ഇത് തന്നെയാണ് നമുക്കെല്ലാവർക്കും പറയാനുള്ളത്. ഈ പദ്ധതി പിൻവലിക്കുന്നതുവരെ നമ്മൾ ജാതിമത ചിന്താഗതികൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ഒരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പദ്ധതിയെ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാംശം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനും നമ്മൾ ഈ മുദ്രാവാക്യം വയ്ക്കും: കേരളയിൽ അനുകൂലികൾക്ക് നമുക്ക് വോട്ടില്ല. അത് എന്നാൽ മാത്രമാണ് ഈ ഭരിക്കുന്ന ആളുകൾ പഠിക്കുകയുള്ളൂ. അവർ അധികാരത്തിൽ ഇറങ്ങിയാൽ മാത്രമേ ജനങ്ങളുടെ പ്രതിഷേധത്തെ എത്രയും ശക്തമാണ്, ജനങ്ങളുടെ പ്രതിഷേധം എത്രയും ശക്തമാണെന്നുള്ള അവർ പഠിക്കുവാൻ കഴിയുള്ളൂ. ബംഗാളിൽ 35 വർഷം ഭരിച്ച ഈ ഇടതുപക്ഷം എന്നറിയപ്പെടുന്ന പാർട്ടികൾ അവർക്ക് അടി തെറ്റിയത് എങ്ങനെയാണ്? നന്ദിഗ്രാമിലും സിംഗൂരിലും നടന്ന ആ ജനകീയ പ്രക്ഷോഭത്തിനോട് തൂത്തുറിഞ്ഞപ്പോഴാണ് അവർക്ക് പഠിച്ചത്. അവരുടെ നേതാക്കൾ എന്നിട്ട് പോലും അവിടുത്തെ അണികളെയാണ് കുറ്റം പറഞ്ഞത്. നിങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മറിച്ച് ജനകീയ സമരത്തിലൂടെയാണ് അടപടലം അവർ ഇല്ലാതായി എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷം എന്നറിയപ്പെടുന്ന ഗവൺമെന്റ് പോലും ജനകീയ പ്രക്ഷോഭത്തെ ഒരു തരിമ്പ് വില കൽപ്പിക്കാത്തത്. അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളയിൽ അനുകൂലികൾക്ക് വോട്ടില്ല എന്നുള്ള നമുക്ക് ഒരാളെ കൊണ്ട് അവർക്ക് വോട്ട് കൊടുക്കാതിരിക്കുവാൻ നമ്മൾ സുശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളെടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു സമരസംഗമമാണ് നമ്മൾ ഈ വേളയിൽ സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ
സമര പോരാളികൾക്കും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെറിയ കവിത എഴുതുകയാണ്. ജൈവകോടി പരമ്പരത്തുമ്പിലെ ഞാനുമിന്നും വെടിപ്പാണു നമ്മൾ. ജൈവകോടി പരമ്പരത്തുമ്പിലെ ഞാനുമിന്നും വെടിപ്പാണു നമ്മൾ. ഒരു രേണുവിൽ കൈവിരൽ കനിവിലൂടെ പിച്ച വെച്ചെത്തിയോരാണു നമ്മൾ. വരൂ നീ വരൂ, ഈ പെരും യാത്രക്കിടയിലെ കൊച്ചു വിശ്രാന്തിയിൽ പാദവച്ചായയിൽ ഈ കുളിർകാറ്റിൽ അല്പമിരുന്നിടാം. അടനവീരസ്യം ഉരച്ചും കൊറിച്ചും വിയർപ്പാറ്റിടാം. വരൂ ഈ പെരും യാത്രയിൽ കൊച്ചു വിശ്രാന്തിയിൽ പാദപച്ചായയിൽ അല്പമിരുന്നിടാം. അടനവീരസ്യം ഉരച്ചും കൊറിച്ചും വിയർപ്പാറ്റിടാം. വരൂ ചിന്തകൾക്കുമേൽ മുൾക്കിരീടങ്ങളെ, ചിന്തകൾക്കുമേൽ മുൾക്കിരീടങ്ങളെ ചാർത്തുവാൻ തരം പാർക്കുന്ന വേനലിൻ. ചിന്തകൾക്കുമേൽ മുൾക്കിരീടങ്ങളെ ചാർത്തുവാൻ തരം പാർക്കുന്ന വേനലിൻ. ചുട്ടുതല്ലും വിഷമഘട്ടം കടന്നു പോകേണ്ടു നാം. ചിന്തകൾക്കുമേൽ മുൾക്കിരീടങ്ങളെ ചാർത്തുവാൻ തരം പാർക്കുന്ന വേനലിൻ. ചുട്ടുതല്ലും വിഷമഘട്ടങ്ങൾ കടന്നു പോകേണ്ടു നാം. വേണ്ട താങ്ങ് തണൽ പിരിപ്പൊന്നുമേ നമ്മൾ മുന്നിലേക്കായും കുതിപ്പതിൽ. ചാരുചാബല്യദാദ്യ സൂക്ഷ്മങ്ങളെ ഒന്നുകൂട്ടിക്കിഴിച്ച സാരാംശം ഈ കാതിലിമ്പമരുളും ഒപ്പാര്യമായി നീ വരൂ. ചാരുചാബല്യദാദ്യ സൂക്ഷ്മങ്ങളെ ഒന്നുകൂട്ടിക്കിഴിച്ച സാരാംശം ഈ കാതിലിമ്പമരുളും ഒപ്പാര്യമായി നീ വരൂ. തലപ്പിൻ വിഷസൂചിത്തലപ്പിൻ പടർപ്പുകൾ പൂക്കുന്ന, വിഷസൂചിത്തലപ്പിൻ പടർപ്പുകൾ പൂക്കുന്ന ചാവുപാട ചതുപ്പാണ് മുന്നിൽ. വിഷസൂചിത്തലപ്പിൻ പടർപ്പുകൾ പൂക്കുന്ന ചാവുപാടച്ചതുപ്പാണ് മുന്നിൽ. നിജമേത് നിഴലേത് തിരിയാ ചെളിക്കളം വാമൂടി ഒളികണ്ണിൽ നിൽപ്പതുണ്ട്. നിജമേത് നിഴലേത് തിരിയാ ചെളിക്കളം വാമൂടി ഒളികണ്ണിൽ നിൽപ്പതുണ്ട്. സ്ഥിരപ്രജ്ഞരേതും കലേറി വരുമെന്ന് കട്ടായമോതുന്നു കാലം. സ്ഥിരപ്രജ്ഞരേതും കലേറി വരുമെന്ന് കട്ടായമോതുന്നു കാലം. നർമ്മ കരമ്പക്കളിമ്പക്കരം, നർമ്മ കരിമ്പക്കളിമ്പക്കരം ഈ ചുമരു ചേർന്നലിയുന്ന നൈർമല്യമായി നീ വരൂ.
ഇരുളുന്നു വിണ്ടലം പ്രയാണച്ചുവടിന് അന്യോന്യ വ്യക്തമാവാം വരൂ. ഇരുളുന്നു വിണ്ടലം പ്രയാണച്ചുവടിൽ അന്യോന്യ വ്യക്തമാവാം വരൂ. സംഗമം ഇത് അവസാനിക്കുകയാണ്.